Good afternoon, students. We are going to discuss about the ethanol production. What is ethanol? Ethanol is commonly called alcohol or ethyl alcohol or drinking alcohol. It is the principal type of alcohol found in alcoholic beverages and is produced by fermentation of sugars by yeast. It is a neurotonic, toxin, a psychoactive drug, and also one of the oldest recreational drugs. It can cause alcohol intoxication when consumed in sufficient quantity. The ethanol is a volatile, flammable, colorless liquid with a slight chemical odor. The empirical formula of ethanol is C2H5OH. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എത്തനോൾ പ്രൊഡക്ഷനെ കുറിച്ചാണ്. അപ്പോൾ എത്തനോൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എത്തനോളിൻ്റെ വേറെ പേരുകളാണ് ആൽക്കഹോൾ അല്ലെങ്കിൽ ഈത്തൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ ഡ്രിങ്കിങ് ആൽക്കഹോൾ എന്നൊക്കെ പറയും. അപ്പോൾ എത്തനോളാണ് നമ്മൾ ആൽക്കഹോളിക് ബീവറേജസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈ ദി ഫെർമെൻറ്റേഷൻ ഓഫ് ഷുഗേഴ്സ് ബൈ ഈസ്റ്റ്. അപ്പോൾ ഈസ്റ്റ് ഷുഗേഴ്സിനെ ഫെർമെൻറ്റ് ചെയ്തിട്ടാണ് എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എത്തനോളിൻ്റെ വേറെ പേരാണ് ഈത്തൈൽ ആൽക്കഹോൾ, പിന്നെ ഡ്രിങ്കിങ് ആൽക്കഹോൾ എന്നൊക്കെ പറയും. അപ്പോൾ ആൽക്കഹോളിക് ബീവറേജസിൻ്റെ മെയിൻ കോമ്പണൻ്റ് ആണ് എത്തനോൾ, അല്ലെങ്കിൽ എത്തനോളാണ് ആൽക്കഹോളിക് ബീവറേജസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഷുഗേഴ്സിനെ ഈസ്റ്റ് ഫെർമെൻറ്റ് ചെയ്തിട്ടാണ് എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എത്തനോൾ ന്യൂറോടോക്സിക് ആണ്, സൈക്കോ ആക്റ്റീവ് ആണ്. അപ്പോൾ എത്തനോൾ നമ്മുടെ ശരീരത്തിന് നല്ലതല്ല, അതിൻ്റെ ഹാംഫുൾ എഫക്ട്സ് ആണ് ഇതൊക്കെ. അത് ന്യൂറോ ടോക്സിനാണ്, അത് നെർവ്സിൻ്റെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ടോക്സിനാണ്. പിന്നെ സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സ് ആണ്, അത് നമ്മുടെ മനസ്സിൻ്റെ ആക്ടിവിറ്റീനെ അത് എഫക്റ്റ് ചെയ്യും. പിന്നെ ഇത് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് റിക്രിയേഷണൽ ഡ്രഗ്സ് ആണ് എത്തനോൾ. പിന്നെ എത്തനോളിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസാണ്, എത്തനോൾ ഒരു ആൽക്കഹോളാണ്, അതുകൊണ്ട് അത് വേഗം ആവിയായി പോവും. ഇപ്പോൾ നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന എത്തനോളില്ലേ, എത്തനോളാണ് നമ്മൾ വൈപ്പ് ചെയ്യാനൊക്കെ ലാബിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം എത്തനോൾ കുറച്ച് നേരം തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ആവിയായി പോവും. പിന്നെ ഫ്ലെയിമബിൾ ആണ്, പെട്ടെന്ന് തീപിടിക്കും. പിന്നെ എത്തനോളിന് കളറില്ലാലോ, നിങ്ങൾ കണ്ടതല്ലേ, കളർലെസ് ലിക്വിഡാണ്. പിന്നെ അതിന് സ്ലൈറ്റ് ഒരു കെമിക്കൽ ഓർഡർ ഉണ്ട്, അതിനൊരു ചെറിയൊരു മണമുണ്ട്. പിന്നെ അതിൻ്റെ ഫോമുല C2H5OH ആണ്. അപ്പോൾ ഏതൊക്കെ മൈക്രോ ഓർഗാനിസംസ് ആണ് എത്തനോൾ പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്നത്? എത്തനോൾ പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്ന ബാക്ടീരിയസ് ആണ് സൈമോമോണാസ് മൊബിലിസ്, ക്ലോസ്ട്രീഡിയം അസിറ്റോബ്യൂട്ടൈലിക്കം, ക്ലബ്ഷിയല്ല ന്യൂമോണിയ, കാൻഡിഡ ബ്രാസിക്ക. അപ്പോൾ കാൻഡിഡ എന്ന് വെച്ചാൽ ഫംഗസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇവർക്ക് തെറ്റിപ്പോയതാണ്. അപ്പോൾ ബാക്ടീരിയാസ് 3 ഉള്ളൂ, സൈമോമോണാസ് മൊബിലിസ്, ക്ലോസ്ട്രീഡിയം അസിറ്റോബ്യൂട്ടൈലിക്കം, ക്ലബ്ഷിയല്ല ന്യൂമോണിയ. അപ്പോൾ കാൻഡിഡ ബ്രാസിക്ക, സക്കാരോമൈസിസ് സെർവീസിയ, സീസോ സക്കാരോമൈസിസ് ഒക്കെ ഫംഗയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന ബാക്ടീരിയസ് ആണ് സൈമോമോണാസ് മൊബിലിസ്, ക്ലോസ്ട്രീഡിയം അസിറ്റോബ്യൂട്ടൈലിക്കം, ക്ലബ്ഷിയല്ല ന്യൂമോണിയ. ഫംഗൈസ് ആണ് കാൻഡിഡ ബ്രാസിക്ക, സക്കാരോമൈസിസ് സെർവീസിയ, സീസോ സക്കാരോമൈസിസ്. അപ്പോൾ ഇത് ഏത് ബയോകെമിക്കൽ പ്രോസസ്സാണ് വഴിയാണ് എത്തനോൾ ഉണ്ടാകുന്നത് നോക്കാം. അപ്പോൾ ഗ്ലൂക്കോസ് പൈറുവേറ്റ് ആയിട്ട് ഗ്ലൈക്കോളിസിസ് വഴി ഗ്ലൂക്കോസ് 2 പൈറുവേറ്റ്, ഒരു ഗ്ലൂക്കോസ് മോളിക്യൂള് 2 പൈറുവേറ്റ് ആയിട്ട് മാറും. ഈ പൈറുവേറ്റ് അസിറ്റാൽഡിഹൈഡ്, 2 അസിറ്റാൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ അസിറ്റാൽഡിഹൈഡ് ആണ് എത്തനോളായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ നോക്കാം. അപ്പോൾ 1 ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ബ്രേക്ക് ഡൗൺ ഇൻ ടു 2 പൈറുവേറ്റ്സ് ഡ്യൂറിങ് glycolysis, and 2 pyruvates can be broken down into 2 acetaldehydes and give off 2 carbon dioxide as byproduct. അപ്പോൾ 2 പൈറുവേറ്റ് മോളിക്യൂൾസ് 2 അസിറ്റാൽഡിഹൈഡ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും, എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് തരും. ഈ 2 acetaldehyde then converted to ethanol by using hydrogen ions from NADH, converting NADH back into NAD+. അപ്പോൾ NADH ഇവിടെ യൂട്ടിലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൂക്കോസ് പൈറുവേറ്റ് ആയിട്ട് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂള്, ഗ്ലൂക്കോസ് 6 കാർബൺ ആണ്. ആ ഗ്ലൂക്കോസ് 6 കാർബൺ ആയിട്ടുള്ള ഗ്ലൂക്കോസ് 2 പൈറുവേറ്റ്, അതായത് 3 കാർബൺ ആയിട്ടുള്ള 2 പൈറുവേറ്റ് മോളിക്യൂൾസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഈ സമയത്ത് ഒരു 2 ATP സിന്തസിസ് നടക്കും, അതേസമയം ഒരു NADHും സിന്തസൈസ് ചെയ്യും. ഇനി ഈ 2 പൈറുവേറ്റിനെ അസിറ്റാൽഡിഹൈഡായിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് പൈറുവേറ്റിന് 3 കാർബൺ ആണ്, അസിറ്റാൽഡിഹൈഡിന് 2 കാർബൺ ആണ്. അപ്പോൾ പൈറുവേറ്റിലുള്ള 3 കാർബണിൽ നിന്ന് 1 കാർബൺ പോയിട്ടാണ് അസിറ്റാൽഡിഹൈഡ് ഉണ്ടാകുന്നത്.
അപ്പം പൈറുവേറ്റ് 3 കാർബണാണ്, അതിൽ നിന്നാണ് അസിറ്റാൽഡിഹൈഡ് ഉണ്ടാകുന്നത്. അപ്പോൾ അസിറ്റാൽഡിഹൈഡിൻ്റെ കാർബണിൻ്റെ നമ്പർ 2 ആണ്. അപ്പം 3 കാർബണിൽ നിന്ന് ഒരു കാർബൺ പോയിട്ടാണ് അസിറ്റാൽഡിഹൈഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ പ്രോസസ്സിൽ ഒരു കാർബൺ പോകുന്നത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഫോമിലാണ്. അപ്പോൾ 2 പൈറുവേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ 2 അസിറ്റാൽഡിഹൈഡ് ഉണ്ടാവും, അപ്പോൾ 2 കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അപ്പോൾ ഈ അസിറ്റാൽഡിഹൈഡ് എത്തനോളായിട്ട് കൺവേർട്ട് ചെയ്യും. ഈ സമയത്ത് ഒരു NADH യൂട്ടിലൈസ് ചെയ്യും. ഇതാണ് അതിൻ്റെ ബയോകെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ എന്തൊക്കെ റോ മെറ്റീരിയൽസ് ആണ് എത്തനോൾ പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്നത്? ദർ ആർ ലാർജ് നമ്പർ ഓഫ് റോ മെറ്റീരിയൽസ് ദാറ്റ് ക്യാൻ സെർവ് ആസ് സബ്സ്ട്രേറ്റ് ഫോർ ആൽക്കോളിക് ഫെർമെൻറ്റേഷൻ. അപ്പോൾ ദേ ക്യാൻ ബി ബ്രോഡ്ലി കാറ്റഗറൈസ്ഡ് ആസ് ഷുഗറി മെറ്റീരിയൽസ് ലൈക്ക് മോളേഷ്യസ്, വേ, glucose, sucrose, and starchy materials like wheat, rice, maize, potato, and cellulosic materials like wood, agriculture waste, etc. ഇപ്പോൾ റോ മെറ്റീരിയൽസ്, അതായത് എത്തനോൾ പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്നത് പലതരം റോ മെറ്റീരിയൽസ് ആണ്. അത് 3 ക്ലാസ്സാണ് മെയിൻലി ഉള്ളത്. ഓൾറെഡി നിങ്ങൾ മീഡിയയിൽ പഠിച്ചതാണ്. അത് ഷുഗറി മെറ്റീരിയൽസ് പെട്ടതാണ് മൊളേഷ്യസ്, വേ, ഗ്ലൂക്കോസ്, സൂക്രോസ്. പിന്നെ സ്റ്റാർച്ചി മെറ്റീരിയൽസ് ആണ് വീറ്റ്, റൈസ്, മെയ്സ് പോലെയുള്ള ഗ്രെയിൻസ്, പിന്നെ പൊട്ടറ്റോ. പിന്നെ സെല്ലുലോസ്റ്റിക് മെറ്റീരിയൽസ് ആണ് വുഡ്, അഗ്രികൾച്ചർ വേസ്റ്റ് ഒക്കെ. അപ്പോൾ സക്കാരോമൈസിസ് സെർവീസ് ചെയ്യണമെങ്കിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുക സ്റ്റാർച്ചി മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഷുഗറി മെറ്റീരിയൽസ് ആയിരിക്കും. ക്ലോറോമൈസിസ് ഫ്രജലീസ് ആണെങ്കിൽ നമ്മൾ സ്റ്റാർച്ചി മെറ്റീരിയൽ അല്ലെങ്കിൽ ഷുഗറി മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുക. പിന്നെ സൈമോമോണസ് മൊബിലിസ് ആണെങ്കിൽ സ്റ്റാർച്ച് ആണ് യൂസ് ചെയ്യുക. കാൻഡിഡ സൂഡോട്രോപ്പിക്കാലിസ്, ഇവിടെയും അവർ തെറ്റിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് കാൻഡിഡ സൂഡോട്രോപ്പിക്കാലിസ് ഈസ്റ്റാണ്. അപ്പോൾ അത് ലാക്ടോസും വേ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്കറിയാം സെല്ലുലോസ്റ്റിക് മെറ്റീരിയൽസും സ്റ്റാർച്ചി മെറ്റീരിയൽസും ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രീ ട്രീറ്റ്മെൻറ്റ് വേണം. അതായത് സെല്ലുലോസും സ്റ്റാർച്ചൊക്കെ കോംപ്ലക്സ് പോളിസാക്കറൈഡ്സ് ആണ്. അപ്പോൾ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിനെ സിമ്പിൾ പോളിസാക്കറൈഡ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ മൈക്രോ ഓർഗാനിസത്തിന് അത് യൂട്ടിലൈസ് ചെയ്തിട്ട് ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. മോസ്റ്റ് ഓഫ് ദി റോ മെറ്റീരിയൽസ് ഓഫ് ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ റിക്വയർഡ് സം ഡിഗ്രി ഓഫ് പ്രീ ട്രീറ്റ്മെൻറ്റ്. The actual process depends on the chemical composition of the raw material. In general, the sugary raw materials require mild or no pre-treatment. അപ്പോൾ ഷുഗറി മെറ്റീരിയൽസിന് പ്രീ ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. പക്ഷേ സ്റ്റാർച്ചി അല്ലെങ്കിൽ സെല്ലുലോസ്റ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ പ്രീ ട്രീറ്റ്മെൻറ്റ് വേണം. അതായത് നമ്മൾ സ്റ്റാർച്ചിന് അല്ലെങ്കിൽ സെല്ലുലോസിന് എൻസൈം ഹൈഡ്രോളിസിസ് വഴി അല്ലെങ്കിൽ അസിഡിക് ഹൈഡ്രോളിസിസ് വഴി സിമ്പിൾ ഷുഗേഴ്സ് അല്ലെങ്കിൽ മോണോസാക്കറൈഡ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ ഈസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. ഈസ്റ്റിന് ഡയറക്റ്റ്ലി സ്റ്റാർച്ചിനെയും സെല്ലുലോസിനെയും യൂട്ടിലൈസ് ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈസ്റ്റ് അത് യൂട്ടിലൈസ് ചെയ്തിട്ട് ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്രിപ്പറേഷൻ ഓഫ് ഇനോക്കുലം. അപ്പോൾ ആഫ്റ്റർ സെലക്ഷൻ ഓഫ് ഡിസൈഡ് ഓർഗാനിസം it's in the pure form of inoculum is prepared under aseptic condition. For this condition, the organism is first cultured in flask to increase the size of the inoculum. When increasing size of inoculum can then be used for inoculation. അപ്പോൾ നിങ്ങൾക്കറിയാം ഫെർമെൻറ്റേഷന് ലാർജ് എമൗണ്ട് ഓഫ് ഇനോക്കുലം വേണം. അപ്പോൾ ആ ഇനോക്കുലം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കൾച്ചറിനെ കോണിക്കൽ ഫ്ലാസ്കിലും പിന്നെ സീഡ് ടാങ്കിലും ഒക്കെ വളർത്തിയിട്ട് വലിയ എമൗണ്ട് ഇനോക്കുലം ആക്കിയിട്ടാണ് നമ്മൾ ഫെർമെൻറ്റേഷന് യൂസ് ചെയ്യാം. പിന്നെ ഫെർമെൻറ്റേഷൻ, അപ്പോൾ previously batch fermentation was used but now continuous fermentation is used as it increases the alcohol production by 10 to 12 fold as compared to batch fermentation. അപ്പോൾ നമ്മൾ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ബാച്ച് ഫെർമെൻറ്റേഷൻ മെത്തേഡായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ഫെർമെൻറ്റേഷൻ മെത്തേഡാണ്. കാരണം ഈൽഡ് 10 മുതൽ 12 തവണ വരെ അധികമാണ് ഇതിൽ കണ്ടിന്യൂസ് ഫെർമെൻറ്റേഷനിൽ ബാച്ചിനെ കാട്ടും. അപ്പോൾ ലാർജ് ഫെർമെൻറ്റേഷൻ ഓഫ് സൈസ് 1,25,000 gallon are used. Initially, aeration is required for the good growth of microorganism. Later, anaerobic conditions are created by withdrawal of oxygen. നിങ്ങൾക്കറിയാം വൈൻ പ്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈസ്റ്റിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എയറോബിക് കണ്ടീഷൻ ആവശ്യമാണ്. അപ്പോൾ ഇനീഷ്യലി നല്ലോണം എയറേഷൻ കൊടുത്തു കഴിഞ്ഞാലാണ് ഈസ്റ്റ് സെൽസ് നല്ലോണം വളരും. പിന്നെ ഫെർമെൻറ്റേഷൻ അനറോബിക് കണ്ടീഷനാണ് വേണ്ടത്. അപ്പം നമ്മൾ ആദ്യം മാത്രം എയറേഷൻ കൊടുത്താൽ മതി, പിന്നെ എയർ കൊടുക്കരുത്. പിന്നെ ഇറ്റ് ടേക്സ് 2 to 3 days ഫോർ ഫെർമെൻറ്റേഷൻ ടു കംപ്ലീറ്റ്. ഇപ്പോൾ ഫെർമെൻറ്റേഷൻ്റെ ടൈം 2 to 3 days ആണ്. But the fermentation of sugars by Saccharomyces cerevisiae by production of ethanol in a batch fermentation. When the temperature was increased to 45 degrees Celsius, the system still show high cell growth and ethanol production rate, while it was inhibited at 50 degrees Celsius.
Maximum specific growth rate and maximum specific ethanol production rate was observed between 30 to 45 degrees Celsius and pH 4 to 5 was optimal. അപ്പം നമ്മൾ ടെമ്പറേച്ചർ ഒപ്റ്റിമൽ ടെമ്പറേച്ചർ, അത് എത്തനോൾ പ്രൊഡക്ഷന് വേണ്ട ഒപ്റ്റിമൽ ടെമ്പറേച്ചർ 30 to 45 ഡിഗ്രീസ് സെൽഷ്യസിനാണ്. പക്ഷേ 50 ഡിഗ്രി സെൽഷ്യസ് ആയിക്കഴിഞ്ഞാൽ എത്തനോൾ പ്രൊഡക്ഷൻ ഇൻഹിബിറ്റഡ് ആവും. pH 4 to 5 റേഞ്ചിലാണ് കൊടുക്കേണ്ടത്. പിന്നെ എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നമ്മളതിന് റിക്കവർ ചെയ്യും? ഫസ്റ്റ്, ദി സെൽ ബയോമാസ് ഇസ് സെപ്പറേറ്റഡ് ബൈ സെൻട്രിഫ്യൂഗേഷൻ ഓർ സെഡിമെൻറ്റേഷൻ. ദി മൈക്രോ ഓർഗാനിസംസ് ഡിസൈഡ് ആൻഡ് പ്രോഡക്റ്റ് ഈസ് ഹീറ്റഡ് readily separated from the broth by sedimentation. അപ്പോൾ ആദ്യം നമ്മൾ സെൻട്രിഫ്യൂഗേഷനോ അല്ലെങ്കിൽ സെഡിമെൻറ്റേഷൻ വഴി മൈക്രോബിയൽ സെൽസ് അല്ലെങ്കിൽ ഈസ്റ്റ് സെൽസിനെ ബ്രോത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ അതിനെ സെൻട്രിഫ്യൂജ് ചെയ്യും അല്ലെങ്കിൽ സെഡിമെൻറ്റേഷൻ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഈസ്റ്റ് സെൽസ് അഗ്രിഗേറ്റ് ഫോം ചെയ്തിട്ട് സെഡിമെൻ്റ് ആയിട്ട് ആ ബ്രോത്തിൻ്റെ അടിയിൽ പോയി അടിയും. അപ്പോൾ സെപ്പറേഷൻ ഓഫ് സെൽ ബയോമാസിന് നമ്മുടെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് സെൻട്രിഫ്യൂഗേഷൻ, അതായത് സെൻട്രിഫ്യൂഗേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈസ്റ്റ് സെൽസ് ആ ബ്രോത്തിൻ്റെ താഴെ വന്ന് അടിയും. പിന്നെ ഫ്ലോക്കുലേഷനിൽ നമ്മൾ ഫ്ലോക്കുലേറ്റിംഗ് ഏജൻറ്റ്സ് ആണ് ആഡ് ചെയ്യുക. ഫ്ലോക്കുലേഷൻ എന്താണെന്ന് ഞാൻ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് പറഞ്ഞതാണ്. ഇപ്പം ഫ്ലോക്കുലേറ്റിംഗ് ഏജൻറ്റാണ് ഹൈഡ്രോകൊളൈഡ്സ്, ഇനോർഗാനിക് സോൾട്ട്സ്, ഓർഗാനിക് പോളി ഇലക്ട്രോലൈറ്റ് ഒക്കെ. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈസ്റ്റ് സെൽസ് വലിയ വലിയ അഗ്രിഗേറ്റ് ആയിട്ട് സെറ്റിലായിട്ട്, അതായത് ഫെർമെൻറ്ററിൻ്റെ താഴെ പോയിട്ട് സെറ്റിൽ ചെയ്ത് നിൽക്കും. അപ്പോൾ ഫ്ലോക്കുലേഷനിൽ നമ്മൾ ഫ്ലോക്കുലേറ്റിംഗ് ഏജൻറ്റ് ആഡ് ചെയ്യും. അപ്പോൾ ഈസ്റ്റ് സെൽസൊക്കെ കൂടി ചേർന്നിട്ട് വലിയ അഗ്രിഗേറ്റ്സ്, അതായത് വലിയ വലിയ സൈസായിട്ട് മാറിയിട്ട് അത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ താഴെ, അതായത് ഫെർമെൻറ്റേഷൻ ബ്രോത്തിൻ്റെ താഴെ പോയിട്ട് സെഡിമെൻറ്റ് ചെയ്ത് നിൽക്കും. പിന്നെ ഫ്ലോട്ടേഷൻ, അപ്പോൾ അതും ഞാൻ പറഞ്ഞതാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത്. ഇറ്റ് ഈസ് ഡൺ ബൈ ഇൻട്രൊഡ്യൂസിങ് ഗ്യാസ് ഇൻ ടു ലിക്വിഡ്. ദി സെൽസ് ഗെറ്റ് അബ്സോർബ് ടു ദി ഗ്യാസ് ബബിൾസ് ആൻഡ് റൈസ് ടു ദി ഫോം ലെയർ അറ്റ് ദി ടോപ്പ് ഓഫ് ദി വെസൽ ദാറ്റ് ക്യാൻ ബി കളക്റ്റഡ് ആൻഡ് റിമൂവ്ഡ് ഫ്രം ദി ബയോ റിയാക്ടർ. അപ്പോൾ ഫ്ലോട്ടേഷനിൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഫെർമെൻറ്റേഷൻ ബ്രോത്തിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ എയർ പാസ് ചെയ്യും. അപ്പോൾ ഈ എയർ പാസ് ചെയ്യുമ്പോൾ എയർ പാസ് ചെയ്യുന്നത് ഫെർമെൻറ്റേഷൻ ഒരു ലിക്വിഡിൻ്റെ ഉള്ളിൽ കൂടിയാണ്. അപ്പോൾ ബബിൾസ് ഉണ്ടാവും. അപ്പോൾ ഈ ബബിൾസിൻ്റെ മുകളിൽ പറ്റി പിടിച്ചിട്ട് ആരും മുകളിലേക്ക് പോവും? ഈ ഈസ്റ്റ് സെൽസ് മുകളിലേക്ക് പോവും. അപ്പോൾ ഈ ബബിൾസ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അത് ഈ ഗ്യാസ് ബബിൾസ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആരുണ്ടാവും? ഈസ്റ്റ് സെൽസ് ഉണ്ടാവും. അപ്പോൾ ഫ്ലോട്ടേഷൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഫെർമെൻറ്റേഷൻ ബ്രോത്ത് കൂടി നമ്മൾ ഗ്യാസ് പാസ് ചെയ്യും. അപ്പോൾ ഗ്യാസ് പാസ് ചെയ്യുമ്പോൾ അതിൽ അതൊരു ബബിൾസ് ഉണ്ടാവും. അപ്പോൾ ഈ ബബിൾസിൻ്റെ മുകളിൽ പറ്റി പിടിച്ചിട്ട് ഈസ്റ്റ് സെൽസ് മുകളിലേക്ക് വരും. അപ്പോൾ ഈ ബബിൾസ് കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് ഈസ്റ്റ് സെൽസിനെ കിട്ടും. അപ്പോൾ ഈ ബബിൾസ് കളക്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് ഈസ്റ്റ് സെൽസിനെ സെപ്പറേറ്റ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഈ ഈസ്റ്റ് സെൽസൊക്കെ ഈ ബബിൾസിനോട് പറ്റി പിടിച്ചിട്ട്, ഗ്യാസ് ബബിൾസിനോട് പറ്റി പിടിച്ചിട്ട് അതിൻ്റെ മീഡിയൻ്റെ മുകളിലേക്ക് പൊങ്ങി വരും. അപ്പോൾ ആ ബബിൾസ് എടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് ഈസ്റ്റ് സെൽസിനെ എടുക്കുക. പിന്നെ അടുത്ത മെത്തേഡാണ് ഫിൽട്രേഷൻ. അപ്പം നിങ്ങൾക്കറിയാം, ഇപ്പോൾ ബാക്ടീരിയൽ കൾച്ചേഴ്സ് ആണ് ഫിൽറ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് അബ്സല്യൂട്ട് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്താൽ മതി. ഫിലമെൻറ്റസ് ഫംഗസ് ആണെങ്കിൽ ഡെപ്ത് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ ഡിസ്റ്റിലേഷൻ. ഇനി ഇപ്പം നമുക്ക് സോളിഡ്സ് നിന്ന് ലിക്വിഡ്സ് സെപ്പറേറ്റ് ചെയ്ത് കിട്ടി. അപ്പോൾ ഈസ്റ്റ് സെൽസിനെ നമ്മൾ ഈ ബ്രോത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് ഇനി നമുക്ക് വാട്ടറിൽ നിന്ന് ആൽക്കഹോൾ അല്ലെങ്കിൽ എത്തനോളിനെ സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് ഈസ്റ്റ് സെൽസിനെ ഈ ബ്രോത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈസ്റ്റ് സെൽസ് ഈ ബ്രോത്തിലാണ് ഉണ്ടാകുക. അപ്പോൾ അതിൽ നിന്ന് ഈസ്റ്റ് സെൽസിനെ ബ്രോത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്ലോക്കുലേഷൻ ചെയ്തു, ഫ്ലോട്ടേഷൻ ചെയ്തു, സെൻട്രിഫ്യൂഗേഷൻ ചെയ്തു, ഫിൽട്രേഷൻ ചെയ്തു. അപ്പോൾ ഈ 4 മെത്തേഡ്സിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ അടുത്ത് ഈസ്റ്റ് സെൽസ് ഇല്ലാത്ത, അതായത് സോളിഡ്സ് ഇല്ലാത്ത ബ്രോത്ത് കിട്ടി, അതിൽ വാട്ടറും എത്തനോളാണുള്ളത്. അപ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്യാം, എത്തനോളിനെ വാട്ടറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിസ്റ്റിലേഷനാണ്. ഇതെന്താണെന്ന് ഞാൻ ഓൾറെഡി ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങിൽ പറഞ്ഞതാണ്. അപ്പോൾ സെപ്പറേഷൻ ഫോർ എ മിക്സ്ചർ ഓഫ് ലിക്വിഡ്സ് ഈസ് നോൺ ആസ് ഡിസ്റ്റിലേഷൻ. It relies on the difference in boiling point of component liquids to be separated. The mixture to be separated is added to the distilled pot and is heated. The low boiling point will vaporize first. This vapor passes into distilling head and then into the condenser. While in the condenser, the vapor is cooled and it liquefies. The resulting liquid is then collected in receiving flask. ഇപ്പോൾ ഡിസ്റ്റിലേഷൻ എന്താണ്? ഡിസ്റ്റിലേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഒരു മിക്സ്ചർ ഓഫ് ലിക്വിഡ്സ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഡിസ്റ്റിലേഷൻ.
അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റിലേഷൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ ബോയിലിംഗ് പോയിന്റ് വെച്ചിട്ടാണ്, ബോയിലിംഗ് പോയിന്റിലുള്ള ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ എത്തനോളിനെയും വാട്ടറിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടിയ ലിക്വിഡാണ് വാട്ടർ, ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ ലിക്വിഡാണ് എത്തനോൾ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഫെർമെൻറ്റേഷൻ ബ്രോത്തിനെ നമ്മൾ ഹീറ്റ് ചെയ്യും. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ എത്തനോൾ ആവിയായിട്ട് പോവും. എന്നിട്ട് അതിനെ കണ്ടൻസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം തന്നെ ആവുക ലോ ബോയിലിംഗ് പോയിന്റുള്ള എത്തനോളാണ്. അപ്പം നമുക്ക് എത്തനോൾ ആവിയായിട്ട് കിട്ടും. അപ്പോൾ ആ ആവിനെ നമ്മൾ കണ്ടൻസ് ചെയ്തിട്ട് എത്തനോൾ നമുക്ക് വാട്ടറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. പക്ഷെ വാട്ടറിന് ബോയിലിംഗ് പോയിന്റ് കൂടുതലായത് കൊണ്ട് തന്നെ വാട്ടർ മെല്ലനെയാണ് ആവിയാവും. അപ്പോൾ ആ ആവിനെ കണ്ടൻസ് ചെയ്താൽ നമുക്ക് വാട്ടറിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി പ്യൂരിഫിക്കേഷൻ. അപ്പം നമുക്ക് എത്തനോളിനെ പ്യൂരിഫിക്കേഷൻ ചെയ്യത് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ക്രോമറ്റോഗ്രഫി ടെക്നിക്ക് വെച്ചിട്ടാണ് എത്തനോളിനെ നമ്മൾ പ്യൂരിഫിക്കേഷൻ ചെയ്യുക. അത് HPLC അല്ലെങ്കിൽ ഗ്യാസ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫി വെച്ച് ചെയ്യാൻ പറ്റും. ഇനി എത്തനോളിൻ്റെ അപ്ലിക്കേഷൻസ് എന്താണ്? എത്തനോൾ മെയിൻലി യൂസ് ചെയ്യുന്നത് സോൾവെൻ്റ് ആയിട്ടാണ്. അതായത് വാർണിഷിലും പെർഫ്യൂംസിലും ഒക്കെ സോൾവെൻ്റ് ആയിട്ടാണ് നമ്മൾ എത്തനോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ പ്രിസർവേറ്റീവ് ഫോർ ബയോളജിക്കൽ സ്പെസിമെൻ, അതായത് ബയോളജിക്കൽ സ്പെസിമെൻസ് ഒക്കെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പിന്നെ എസൻസും ഫ്ലേവറിങ്സും എടുക്കാൻ ഉപയോഗിക്കും. പിന്നെ മെഡിസിൻസിലും ഡ്രഗ്സിലും യൂസ് ചെയ്യും. അതായത് മരുന്നിലൊക്കെ നമ്മൾ എത്തനോൾ യൂസ് ചെയ്യും. ഹോമിയോ മരുന്നിലൊക്കെയാണ് മെയിൻലി കാണുന്നത്. പിന്നെ എത്തനോൾ നമ്മൾ ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് ലാബിലൊക്കെ യൂസ് ചെയ്യും. പിന്നെ എത്തനോൾ നമുക്ക് ബയോഫ്യൂലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മെഡിക്കലി എത്തനോൾ സോഫറിഫിക്, അതായത് മെഡിക്കൽ യൂസ് ഉണ്ട്. അത് ആൻറ്റിസെപ്റ്റിക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ആൾക്കോൾ തെർമോമീറ്ററിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കോസ്മെറ്റിക്സിനും ഫാർമസ്യൂട്ടിക്കൽസും കെമിക്കൽ ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എത്തനോൾ ഈ പ്രൊഡക്ഷൻ്റെ ബൈ പ്രോഡക്റ്റാണ് ഡിസ്റ്റിലേഴ്സ് ഡ്രൈഡ് ഗ്രെയിൻ വിത്ത് സോളിബിൾസ്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, അത് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് നമുക്ക് ഡ്രൈ ഐസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് ഡ്രൈ ഐസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ പ്രിപ്പറേഷന് കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എത്തനോൾ പ്രൊഡക്ഷന് കിട്ടുന്ന ഈസ്റ്റ് ബയോമാസിനെ നമുക്ക് എനിമൽ ഫുഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഫ്ലോ ചാർട്ട്. താങ്ക് യു.